ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഡിഫൈൻ ഡോക്യുമെൻറ്റ് ടൈപ്സ്. ഡോക്യുമെൻറ്റ് ടൈപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, നമ്മൾ SAPയിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് ചെയ്യാറുണ്ട്. പല ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് ഫൈനാൻസ്, സെയിൽസ്, HR, പ്രൊഡക്ഷൻ, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുകളും പല തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതേപോലുള്ള ട്രാൻസാക്ഷനെ നമുക്ക് അതിൻ്റെ നേച്ചറിനനുസരിച്ച് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? സിസ്റ്റമാറ്റിക്കായിട്ട് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് അഡ്വാൻറ്റേജ്? അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്തായിരിക്കും? അപ്പോൾ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് വരുന്നത് ഇതിൻ്റെ റിപ്പോർട്ടിംഗ് സ്റ്റേജിലോട്ട് പോകുമ്പോഴാണ്. അതായത് നമ്മൾ GL ലൈൻ ഐറ്റം ഡിസ്പ്ലേ, കസ്റ്റമർ ലൈൻ ഐറ്റം ഡിസ്പ്ലേ, വെണ്ടർ ലൈൻ ഐറ്റം ഡിസ്പ്ലേ, ഇങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ടുകൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ആ സ്ക്രീനിൽ കയറുമ്പോൾ എന്ത് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ് അവിടെ നടന്നിരിക്കുന്നതെന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം അവിടെ ഇരിക്കുന്ന ട്രാൻസാക്ഷൻ്റെ എല്ലാം കൂടെ ഈ ഡോക്യുമെൻറ്റ് ടൈപ്സ് കൂടെ അവിടെ കാണും. അപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും ഇതെന്താണ്. ഇത് വെണ്ടർ ഇൻവോയ്സ് ആണ്, അല്ലെങ്കിൽ കസ്റ്റമർ ഇൻവോയ്സ് ആണ്, അല്ലെങ്കിൽ അസറ്റ് അക്വിസിഷൻ ആണ്, അല്ലെങ്കിൽ അസറ്റ് റിട്ടയർമെൻ്റ് ആണ്. അങ്ങനെ പലതരത്തിലുള്ള ഡോക്യുമെൻറ്റ് ടൈപ്സ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ടത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമുക്ക് SAPയിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ഡോക്യുമെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. SA, AB, AA, AF, K. ഇപ്പോൾ K സീരീസിലെല്ലാം തുടങ്ങുന്ന എല്ലാം വെണ്ടർ റിലേറ്റഡ് ട്രാൻസാക്ഷൻസ് ആയിരിക്കും. D സീരീസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാം കസ്റ്റമർ റിലേറ്റഡ് ആയിരിക്കും. A സീരീസിലുള്ളതെല്ലാം കൂടുതലും അസറ്റ് റിലേറ്റഡ് ആയിരിക്കും. SA ജനറൽ ഡോക്യുമെൻറ്റ്. പിന്നെ നോക്കുമ്പോൾ കൂടുതലും പിന്നെ റൈറ്റ് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ WA, W ഇതൊക്കെയെന്ന് പറയുമ്പം ഇൻവെൻട്രി റിലേറ്റഡ് അല്ലെങ്കിൽ ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷൻസ് ആയിരിക്കും. കൂടുതലും MM and SD ഏരിയയിലായിരിക്കും കൂടുതൽ ഇത് കാണുന്നത്. അപ്പം ഇങ്ങനെ ഓരോ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷനെ ഇങ്ങനെ ഈ ഡോക്യുമെൻറ്റ് ടൈപ്പായിട്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോക്യുമെൻറ്റ് ടൈപ്പ് ഒരു ട്രാൻസാക്ഷൻ്റെ കൂടെ വരുമ്പോൾ നമുക്ക് ഈസിലി അത് ഇന്ന ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ് ടൈപ്സിൻ്റെ കൂടെ വരുന്ന വേറൊരു ടോപ്പിക്കാണ് നമ്പർ റേഞ്ചസ് എന്ന് പറയുന്നത്. അതായത് ഈ ഡോക്യുമെൻറ്റ് ടൈപ്സുമായിട്ട് കണക്റ്റഡ് ആണ് ഈ നമ്പർ റേഞ്ചസ്. നമ്മൾ നമ്മുടെ കമ്പനി കോഡിലേക്ക് ഇതിനെ കണക്ട് ചെയ്യുമ്പോഴാണ് ഈ നമ്പർ റേഞ്ചസ് ഉപയോഗിക്കുന്നത്. ഈ ഡോക്യുമെൻറ്റ് ടൈപ്സ് എല്ലാം ക്ലയൻറ്റ് ലെവലിലായിരിക്കും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. കാരണം ഏത് കമ്പനി കോഡിലും ഈ ഡോക്യുമെൻറ്റ് ടൈപ്സ് ആക്സസിബിൾ ആണ്, അല്ലെങ്കിൽ അവർക്ക് ആ ഡോക്യുമെൻറ്റ് ടൈപ്സ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് ക്ലയൻറ്റ് ലെവലിലാണ്. നമ്മൾ കമ്പനി കോഡിലേക്ക് ഇതിനെ കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്പർ റേഞ്ചസ് വഴി കണക്ട് ചെയ്യണം. നമ്പർ റേഞ്ചസ് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ കമ്പനി കോഡ് ലെവലിലേക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ SA എന്നൊക്കെ പറയുന്നിടത്ത് SAയുടെ കൂടെ ഒരു 01 കൊടുത്തിരിക്കുന്നതാണ്. അതാണ് അതിൻ്റെ നമ്പർ റേഞ്ച്. അപ്പോൾ SA എന്ന് പറയുന്നത് ജനറൽ ഡോക്യുമെൻറ്റ് ട്രാൻസാക്ഷൻസ് ആയിരിക്കും. കൂടുതലിപ്പം ഉദാഹരണം പറയുക റെൻറ്റ് പെയ്ഡ്, അല്ലെങ്കിൽ സാലറി പെയ്ഡ്, ഇതുപോലെയൊക്കെയുള്ള എക്സ്പെൻസസോ അല്ലെങ്കിൽ ഇൻകംസോ ജനറലായിട്ടുള്ളത്. അതായത് കസ്റ്റമർ ഇൻവോയ്സോ വെണ്ടർ ഇൻവോയ്സോ ഒന്നും അല്ല. അതിനൊക്കെ ആയിട്ട് ഇവിടെ വേറെയുണ്ട്. വെണ്ടർ റിലേറ്റഡ് ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് KR, KG, KZ, K അങ്ങനെ ഉണ്ട്. DR, DG, DZ കസ്റ്റമറിന് വേണ്ടി യൂസ് ചെയ്യാം. അതൊന്നും അല്ലാതെ ജനറലായിട്ട് വരുന്ന ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യാനായിട്ടാണ് SA നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ SA നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു ഡിസ്പ്ലേ എടുക്കുമ്പോൾ SA കണ്ടു കഴിഞ്ഞാൽ അതൊരു ജനറൽ ഡോക്യുമെൻ്റ് ആണ്, ഒരു GL to GL ട്രാൻസാക്ഷനാണ്. അതായത് അതിൻ്റെ ഫസ്റ്റ് ലൈൻ ഏറ്റവും സെക്കൻഡ് ലൈൻ ഏറ്റവും GL ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും SAയുടെ കൂടെ 01 എന്ന് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ AFൻ്റെ കൂടെ 05, DZൻ്റെ കൂടെ 14. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുമ്പോൾ അതിൻ്റെ നമ്പർ റേഞ്ചാണ്. SA എന്ന് പറയുന്ന ഈ ഡോക്യുമെൻറ്റ് ടൈപ്സിൻ്റെ നമ്പർ റേഞ്ചാണ് ഈ 01. അത് സ്റ്റാൻഡേർഡാണ്, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ബെറ്റർ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് തന്നെ പോകുന്നത് തന്നെയായിരിക്കും നല്ലത്. ട്രെയിനിങ് പർപ്പസിന് ചേഞ്ച് ചെയ്യാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഡോക്യുമെൻറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് SA റിലേറ്റഡ് ആയിട്ടുള്ള SA ഡോക്യുമെൻറ്റ് ടൈപ്പ് ഉപയോഗിച്ചിട്ടുള്ള ട്രാൻസാക്ഷൻസ് കൂടുതലും ചെയ്യുന്ന FB50, F-02, FB01 ഇതുപോലെയൊക്കെയുള്ള സ്ക്രീനുകളിലായിരിക്കും നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. ഞാനിപ്പോൾ ഫസ്റ്റ് ഒരു ട്രാൻസാക്ഷൻ SA എന്ന് പറയുന്ന ഡോക്യുമെൻറ്റ് ടൈപ്പ് ഉപയോഗിച്ച് FB50 F-02 അല്ലെങ്കിൽ FB01 ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1000 തൊട്ടായിരിക്കും. ഫസ്റ്റ് ഞാനിപ്പോൾ ഒരു സാലറി പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്പെൻസ് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 1000 എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യും. അടുത്തതാകുമ്പോൾ 1001, അത് കഴിഞ്ഞ് 2, 3 അങ്ങനെ കൗണ്ട് ചെയ്യും. അങ്ങനെ അപ് ടു നമുക്ക് 1999 ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കമ്പനിയിലൊക്കെ ആകുമ്പോൾ ഇത് വളരെ വലിയ റേഞ്ച് ആയിരിക്കും. നമ്മളിപ്പോൾ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ആയതുകൊണ്ടാണ് ഈ ചെറിയ റേഞ്ച് ഇടുന്നത്. അപ്പം കമ്പനിയിലൊക്കെ പറയുമ്പോൾ ഒരു വർഷം അല്ലെങ്കിൽ ഒരു ലോങ് ടേമിലേക്ക് തന്നെ ഇത്രയും ട്രാൻസാക്ഷൻ ചെയ്യാനുള്ള റേഞ്ച് ആയിരിക്കും കമ്പനീസൊക്കെ അതിനകത്ത് റെക്കോർഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിസർവ് ചെയ്യുന്നത്. ഇപ്പോൾ AF എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ പോസ്റ്റിംഗ് ആണ്. SA എന്ന് പറയുന്നത് ജനറൽ ട്രാൻസാക്ഷൻ, DZ കസ്റ്റമർ പേയ്മെൻറ്റ്, KZ വെൻഡർ പേയ്മെൻറ്റ്, DG ക്രെഡിറ്റ് മെമ്മോ, കസ്റ്റമർ ക്രെഡിറ്റ് മെമ്മോ, KA വെൻഡർ ക്ലിയറിംഗ്, DZ കസ്റ്റമർ പേയ്മെൻറ്റ്, KR വെൻഡർ ഇൻവോയ്സ്, DA കസ്റ്റമർ ക്ലിയറിങ്.
അപ്പോൾ ഇതേപോലുള്ള ഡോക്യുമെൻറ്റ് ടൈപ്സിന് അതിന് നമ്മൾ നമ്പർ റേഞ്ചസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നമ്പർ റേഞ്ചസ് SAPയുടെ സ്റ്റാൻഡേർഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്യാൻ നിൽക്കുന്നില്ല. സ്റ്റാൻഡേർഡ് നമ്പർ റേഞ്ചസ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അത് ഏത് ഇയറിലാണ് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ നമ്പർ റേഞ്ചസ്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ്, ഈ AF എന്ന് പറയുന്ന ഡിപ്രീഷിയേഷൻ പോസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ 2000 എന്നും പറഞ്ഞിട്ടായിരിക്കും ഡോക്യുമെൻറ്റ്സ് പോസ്റ്റ് ആവുന്നത്. 2000 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ വേറെ ഒരു കാര്യം കൂടെ വരുന്നുണ്ട്, നമ്പർ റേഞ്ച് സ്റ്റാറ്റസ്, NR സ്റ്റാറ്റസ്. കറൻ്റ്ലി ഇപ്പോൾ ഈ ഡോക്യുമെൻറ്റിലെ ഏത് റേഞ്ചാണ് ലാസ്റ്റായിട്ട് യൂസ് ചെയ്ത് എന്നറിയാൻ വേണ്ടിയാണ് നമ്പർ റേഞ്ച് സ്റ്റാറ്റസ് വരുന്നത്. പിന്നെ എക്സ്റ്റേണൽ നമ്പർ റേഞ്ചസും വരുന്നുണ്ട്. അത് നമുക്കൊരു നമ്പർ റേഞ്ച് കൊടുത്തിട്ട് നമുക്ക് സിസ്റ്റത്തെ കൊണ്ട് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഈ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്പറിൽ നമുക്ക് അങ്ങോട്ടൊരു നമ്പർ റേഞ്ച് കൊടുത്ത് ചെയ്യാനായിട്ട് എക്സ്റ്റേണൽ നമ്പർ റേഞ്ചസും വരുന്നുണ്ട്. ഓക്കെ, നമുക്കിനി ഇത് എങ്ങനെ SAP സിസ്റ്റത്തിൽ ചെയ്യുന്നതെന്ന് നോക്കാം. ഡിഫൈൻ ഡോക്യുമെൻറ്റ് ടൈപ്സിൻ്റെ T കോഡ് വരുന്നത് OBA7 ആണ്. അതിൻ്റെ സീക്വൻസ് വരുന്നത് SPRO, SAP റെഫറൻസ് IMG, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഗ്ലോബൽ സെറ്റിംഗ്, ഡോക്യുമെൻറ്റ് ടൈപ്സ്, ഡിഫൈൻ ഡോക്യുമെൻറ്റ് ടൈപ്സ്. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ഡോക്യുമെൻറ്റ് ടൈപ്സിൻ്റെ സ്ക്രീനിലേക്ക് പോകാനായിട്ട് OBA7 എന്ന് പറയുന്ന T കോഡ് യൂസ് ചെയ്യാം. ഇതാണ് ഡോക്യുമെൻറ്റ് ടൈപ്സ്, T കോഡ് വഴിയാണ് വന്നത്. ഇനി നമുക്ക് എങ്ങനെ സീക്വൻസ് വഴി പോകുന്നതെന്ന് നോക്കാം. SPRO, SAP റെഫറൻസ് IMG, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഗ്ലോബൽ സെറ്റിംഗ്, ഡോക്യുമെൻറ്റ് ടൈപ്സ്, ഡിഫൈൻ ഡോക്യുമെൻറ്റ് ടൈപ്സ്. എക്സിക്യൂട്ട് ചെയ്യുക. ഇതാണ് ഡോക്യുമെൻറ്റ് ടൈപ്സിൻ്റെ സ്ക്രീൻ. ഇവിടെ ഒരുപാട് സ്റ്റാൻഡേർഡ് ഡോക്യുമെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് പുതിയതായിട്ട് ഡോക്യുമെൻറ്റ് ടൈപ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. നമുക്ക് SAPയുടെ സ്റ്റാൻഡേർഡ് ഡോക്യുമെൻറ്റ് ടൈപ്സ് ആയിട്ട് പോകാം. ഇവിടെ കുറേ ഡോക്യുമെൻറ്റ് ടൈപ്സ് നമുക്ക് ആവശ്യമുള്ളത് കിടപ്പുണ്ട്. AA, AB, പിന്നെ DR, DG, DA, DG, DR. ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ താഴോട്ട് സ്ക്രോൾ ചെയ്യാമെങ്കിൽ കുറേ ഡോക്യുമെൻറ്റ് ടൈപ്സ് കാണാം. നമ്മൾ ഇപ്പം SA ആണ് ആദ്യത്തെ സെഷനിൽ നമ്മൾ ട്രാൻസാക്ഷൻ പോസ്റ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് SA ഒന്ന് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. നമ്പർ റേഞ്ചസ് 01 ആണ് അതിൻ്റെ നമ്പർ റേഞ്ചസ്. ഞാൻ ഡോക്യുമെൻ്റ് ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ SAയുടെ ഡോക്യുമെൻറ്റ് നമ്പർ റേഞ്ച് വരുന്നത് 01 ആണ്. അതിൽ ഓരോ ഡോക്യുമെൻറ്റ് ടൈപ്സിൻ്റെ നമ്പർ റേഞ്ചസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. റിവേഴ്സൽ ഡോക്യുമെൻറ്റ് ടൈപ്പ് യൂസ് ചെയ്യുന്നത്, ഇതൊരു ഡോക്യുമെൻറ്റ് ടൈപ്പാണ്. SA എന്ന് പറയുന്ന ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ SA റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ട്രാൻസാക്ഷൻസിനകത്ത് എന്തെങ്കിലും എറേഴ്സ് പറ്റിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ റിവേഴ്സ് ചെയ്യണം. SAPയിൽ ഡെലീഷൻ ഇല്ല. ക്യാൻസൽ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റിവേഴ്സലാണ്, ഡോക്യുമെൻറ്റ് റിവേഴ്സൽ. അപ്പോൾ ആ ഒരു ഡോക്യുമെൻറ്റ് റിവേഴ്സൽ ചെയ്യുമ്പോൾ AB എന്ന് പറയുന്ന ഡോക്യുമെൻറ്റിലായിരിക്കും ആ റിവേഴ്സൽ ഡോക്യുമെൻറ്റ് കാണിക്കുന്നത്. അപ്പോൾ AB എന്ന് പറയുന്ന ഡോക്യുമെൻറ്റ് ടൈപ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അത് SA റിലേറ്റഡ് ആയിട്ട് ഏതോ ഒരു ട്രാൻസാക്ഷൻ റിവേഴ്സ് ചെയ്തതാണ്. ഓക്കെ, പിന്നെ ഈ SA ഡോക്യുമെൻറ്റ് ടൈപ്സ് കണക്ട് ചെയ്തിരിക്കുന്ന അക്കൗണ്ട് ടൈപ്സിലാണ് ഇവിടെ കാണിക്കുന്നത്. അസറ്റ്, കസ്റ്റമർ, സപ്ലയർ, മെറ്റീരിയൽ, GL അക്കൗണ്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. സ്പെഷ്യൽ യൂസേജ്, റിക്വയർഡ് ഡ്യൂറിങ് ഡോക്യുമെൻറ്റ് എൻട്രി, ഇതൊരു ഫീൽഡ് സ്റ്റാറ്റസ് പോലാണ്. ഈ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ, ഈ ഡോക്യുമെൻറ്റ് ടൈപ്പ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡോക്യുമെൻറ്റ് നമ്പരും ഡോക്യുമെൻറ്റ് ഹെഡർ ടെസ്റ്റും മാൻഡേറ്ററി ആക്കണമെന്നുണ്ടെങ്കിൽ ആക്കാം. ഓക്കെ, പിന്നെയും കുറേ കൺട്രോൾ ഇൻഫർമേഷൻസ് ഇവിടെ ഉണ്ട്. അതിനകത്ത് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇൻ്റർ കമ്പനി പോസ്റ്റിങ്സോ അല്ലെങ്കിൽ നെഗറ്റീവ് പോസ്റ്റിംഗ് ഒക്കെ എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനേബിൾ ചെയ്യാം. ഓക്കെ, ഡീഫോൾട്ട് എക്സ്ചേഞ്ച് റേറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. M മീൻസ് ആവറേജ് ആണ്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് നമ്പർ റേഞ്ച് ഇൻഫർമേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മുടെ കമ്പനി കോഡിലേക്ക് ഈ ഡോക്യുമെൻറ്റ് ടൈപ്സിനെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനിൽ ചെന്നെത്തും. നമ്മളിവിടെ കമ്പനി കോഡ് കൊടുക്കുകയാണ്, TM77 കൊടുത്തിട്ട് ഇൻ്റർവെല്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്പർ റേഞ്ച് ഇവിടോട്ട് ക്രിയേറ്റ് ചെയ്യാം. നമ്പർ റേഞ്ച് ഇൻ്റർവെല്ലും നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ SA എന്ന് പറയുന്ന ഡോക്യുമെൻറ്റ് ടൈപ്സിന് വരുന്ന നമ്പർ റേഞ്ച് 01 ആണ്. ഇയർ വരുന്നത് 2024 കൊടുക്കാം. ഈ SA റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ SA ഡോക്യുമെൻറ്റ് ടൈപ്സ് ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യേണ്ടത് 1000 തൊട്ട് 1999 വരെയുള്ള നമ്പേഴ്സിലാണ്. അപ്പോൾ ഫസ്റ്റ് ഒരു ട്രാൻസാക്ഷൻ പോസ്റ്റ് ആകുമ്പോൾ ഈ നമ്പറിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ അടുത്തടുത്ത നമ്പർ റേഞ്ചസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കും. കറൻ്റ്ലി യൂസ് ചെയ്ത നമ്പർ റേഞ്ച് ഇവിടെ NR സ്റ്റാറ്റസിൽ കാണിക്കും. ഒരു ട്രാൻസാക്ഷൻ പോസ്റ്റ് ആയതിനു ശേഷം നമുക്കിത് ചെക്ക് ചെയ്യാം. പിന്നെ വരുന്നത് എക്സ്റ്റേണൽ ആണ്. എക്സ്റ്റേണൽ എന്ന് ഉദ്ദേശിക്കുന്നത് മാനുവലി നമുക്ക് ഡോക്യുമെൻറ്റ് നമ്പർ റേഞ്ച് ഇൻപുട്ടായിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പം കിടക്കുന്നത് ഓട്ടോമാറ്റിക്കാണ്. സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക്കലി നമ്പേഴ്സ് യൂസ് ചെയ്തോളും.
ഇനി നമുക്ക് മാനുവലി കൊടുക്കണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ നമ്പർ റേഞ്ചസ് എനേബിൾ ചെയ്യണം. അപ്പോൾ നമുക്ക് മാനുവൽ ഇൻപുട്ടായിട്ട് ഡോക്യുമെൻറ്റ് നമ്പർ റേഞ്ചസ് കൊടുക്കാൻ പറ്റും. നമ്മൾ പറയുന്ന നമ്പറിൽ സിസ്റ്റം ആ ഡോക്യുമെൻറ്റിനെ പോസ്റ്റ് ചെയ്ത് തരും. ഓക്കെ, ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ള ഡോക്യുമെൻറ്റ് ടൈപ്സിനെ ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാം. ഇതിപ്പോൾ എസ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതേപോലെ KR, KG, KZ ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിന് സെപ്പറേറ്റ് ഒരു സ്റ്റെപ്പുണ്ട്. അതിനായിട്ട് നമുക്ക് ഈ ഡോക്യുമെൻറ്റ് ടൈപ്സിൻ്റെ അണ്ടറിലുള്ള ഡോക്യുമെൻറ്റ് നമ്പർ റേഞ്ചസ് എന്ന് പറയുന്ന സ്റ്റെപ്പ് ഓപ്പൺ ചെയ്യാം. അതിൽ ഡിഫൈൻ ഡോക്യുമെൻറ്റ് നമ്പർ റേഞ്ചസ് FBN1 ആണ് ഈ സ്റ്റെപ്പിൻ്റെ T കോഡ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ സ്ക്രീനിലോട്ട് വരും. ഇവിടെ നിന്നായിരുന്നു നമ്മൾ കമ്പനി കോഡ് കൊടുത്തിട്ട് ഈ നമ്പർ റേഞ്ച് ഇൻ്റർവെൽ സെറ്റ് ചെയ്യാൻ പോയത്. ഓക്കെ, നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത SAയുടെ നമ്പർ റേഞ്ച് ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റ് നമ്പർ റേഞ്ചസും ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ AF, DZ ഇങ്ങനെ ഓരോ ഡോക്യുമെൻറ്റ് ടൈപ്സ് ആൻഡ് നമ്പർ റേഞ്ചസ് ഉണ്ട്. അതുകൂടെ നമുക്ക് എന്ത് ചെയ്യാം, സ്ക്രീനിലേക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ബേസിക്കായിട്ട് വേണ്ട കുറേ ഡോക്യുമെൻറ്റ് ടൈപ്സും നമ്പർ റേഞ്ചസും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. തീർന്നിട്ടില്ല, ഇനിയും കുറേയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മൾ അടുത്തടുത്ത സെഷനിലോട്ട് പോകുന്നതിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ് ടൈപ്സും നമ്പർ റേഞ്ചസും നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ബേസിക്കായിട്ടുള്ള കുറച്ച് ഡോക്യുമെൻറ്റ് ടൈപ്സും നമ്പർ റേഞ്ചസും ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതല്ലാതെ ഒരുപാട് ഡോക്യുമെൻറ്റ് ടൈപ്സ് ആൻഡ് നമ്പർ റേഞ്ചസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ സ്റ്റാൻഡേർഡ് ഡോക്യുമെൻറ്റ് ടൈപ്സ് യൂസ് ചെയ്യാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ പറ്റും. 0001 എന്ന് കമ്പനി കോഡ് ബോക്സിൽ എൻ്റർ ചെയ്തതിന് ശേഷം ഇൻ്റർവ്യൂവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ SAPയുടെ സ്റ്റാൻഡേർഡ് നമ്പർ റേഞ്ചസ് ഇതിനകത്ത് കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ കോപ്പി ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മാനുവലി എൻ്റർ ചെയ്യേണ്ടി വരത്തില്ല. ഇവിടെ കോപ്പി സബ് ഒബ്ജക്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് 0001 എന്ന് ഫ്രമിൽ കൊടുത്ത് നിങ്ങളുടെ കമ്പനി കോഡ് കൊടുത്തു കഴിഞ്ഞിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ 0001 എന്തെല്ലാം ഡോക്യുമെൻറ്റ് ടൈപ്സ് ആൻഡ് നമ്പർ റേഞ്ചസ് ആണോ നമ്മൾ കണ്ടത് അത് മൊത്തം നമ്മുടെ കമ്പനി കോഡിലേക്ക് ഡയറക്റ്റ് കോപ്പി ചെയ്ത് തരും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ കുറച്ച് എക്സ്റ്റേണൽ നമ്പർ റേഞ്ചസ് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അപ്പം നിങ്ങൾ മാനുവലി ഡോക്യുമെൻറ്റ് നമ്പർ റേഞ്ചസ് എൻ്റർ ചെയ്യേണ്ടി വരും. ഓക്കെ, മാനുവലി നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ എക്സ്റ്റേണൽ ഓൺ ആക്കിയാൽ മതി, അല്ലെങ്കിൽ ഇതിനെ അൺചെക്ക് ചെയ്ത് ഇട്ടേക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഡോക്യുമെൻറ്റ് ടൈപ്സ് ആൻഡ് നമ്പർ റേഞ്ചസിന് അതിൽ പറയാൻ ഉദ്ദേശിച്ചത്. ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.